കഴിഞ്ഞ ദിവസമായിരുന്നു പി ജയരാജൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ദർശനം നടത്തി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായത്. പിന്നാലെ സി പി എം നേതാവായ ജയരാജന്റെ വിശദീകരണം വന്നു. സി പി എമ്മിലും വിശ്വാസികളുണ്ട്, ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, പക്ഷേ തൻ്റേത് ദർശനമായിരുന്നില്ല, സന്ദർശനം മാത്രമായിരുന്നു, കാവുകളെക്കുറിച്ച് ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ മാത്രമായിരുന്നു എന്നാണ്. ഇതിനു പിന്നാലെ സധൈര്യം സി പി നേതാക്കളും അണികളും ക്ഷേത്രങ്ങളിൽ ചെന്ന് ദർശനം നടത്താൻ തുടങ്ങിയെന്നതാണ് വസ്തുത. ജയരാജന് പിന്നാലെ ഇതാ സിനിമാ താരവും മുൻ MLA-യുമായ മുകേഷ് കൊടുങ്ങല്ലൂർ കുരുമ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുന്നു. സി പി എം കേന്ദ്രങ്ങളെ തെല്ലൊന്നുമല്ല ഈ രണ്ടാമത്തെ അവിശ്വാസിയുടെ ദർശനവും ഞെട്ടിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ടാണ് മുകേഷ് ക്ഷേത്രത്തിൽ എത്തിയത്. ലക്ഷ്യം ദർശനം തന്നെയായിരുന്നു. മനമുരുകി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന മുകേഷിന്റെ വീഡിയോ ഏതൊരു വിശ്വാസിക്കും പ്രചോദനമാണ്. രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി എന്നീ പൂജകൾ ചെയ്ത മുകേഷ് ക്ഷേത്ര ദർശനത്തിന് ശേഷം വൈകാതെ മടങ്ങുകയും ചെയ്തു. സമാധാനവും മനോധൈര്യവും ശത്രുക്കൾ ഉണ്ടാകാതിരിക്കലുമാണല്ലോ ഇക്കാലത്ത് വിശ്വാസികൾ ക്ഷേത്ര ദർശനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് CPM-കാരും ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം. പി ജയരാജന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകാമെങ്കിൽ മുകേഷിനും പോകാം, മുൻ ദേവസ്വം മന്ത്രി വാസവനും പോകാം, ഏത് CPM നേതാവിനും പോകാം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമാണെന്നത് തെറ്റിദ്ധാരണയാണെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിരുന്നു. കൊടുങ്ങല്ലൂർ കാവിൽ പോയതുകൊണ്ട് ഭക്തനായി മാറിയെന്നോ ആരാധനാലയങ്ങളെ മാറ്റി നിർത്തിയാലേ ഈ നാടിൻ്റെ സാമൂഹിക ചരിത്രം പഠിക്കാൻ കഴിയൂ എന്നോ ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സഹതാപം മാത്രമെന്നും ജയരാജൻ പേരിന് വേണ്ടി വാദിച്ചിരുന്നു. പക്ഷേ ജനമത് വിശ്വാസത്തിലെടുത്തില്ല. ജയരാജൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയത് തന്നെയാണെന്നാണ് ഇപ്പോൾ ഏതാണ്ടൊക്കെ തെളിയുന്നത്. അത് ജയരാജൻ്റെ കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-നേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് മുകേഷിൻ്റെയും ഈ ക്ഷേത്ര ദർശനം. അതും പി ജയരാജൻ ദർശനം നടത്തിയതിന് തൊട്ട് പിന്നാലെ. 2 ടൈം കൊല്ലത്ത് CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതാണ് മുകേഷ്. ഇത്തവണ മുകേഷിനെ പക്ഷേ പാർട്ടി മത്സരത്തിന് ഇറക്കിയില്ല. പകരം S ജയമോഹൻ നിർത്തിയെങ്കിലും ജയിക്കാൻ വിധി ബിന്ദു കൃഷ്ണയ്ക്കായിരുന്നു. എന്തായാലും പി ജയരാജനും മുകേഷിനും പിന്നാലെ ഒട്ടനവധി CPM നേതാക്കൾ ഇനി ക്ഷേത്ര ദർശനത്തിന് തിരക്ക് കൂട്ടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ.